ഒരുപാട് ഇയാൾ എന്നെ ഉപദ്രവിച്ചു. ഇയാളെ കൂടെ നിന്ന പോലീസും എല്ലാവരും കൂടെ. നീ ആണുങ്ങൾക്കെതിരായിട്ട് കള്ളപ്പരാതിയോട് കൂടി എത്ര രൂപയടി നിൻ്റെ ഹൗസ് ഓണർ മേടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കവാലത്തിൽ ഒരൊറ്റയടി. പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യ. രാത്രി 10:11 മണിയായപ്പോഴും ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. ഞാൻ പറയും എനിക്കകത്ത് വെള്ളമെങ്കിലും തന്നില്ല. ഈ കുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു വെളുത്ത പൊടി എന്തോ ആണെന്ന് തോന്നുന്നു, അതെടുത്ത് ഇങ്ങനെ വായിലോ മൂക്കിലോ എന്തോ ഒക്കെ വെച്ചിട്ട് നിനക്കിപ്പോൾ വീട്ടിൽ പോകണോടി എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാക്കിൻ്റെ മുതുവിൻ്റെ ഇവിടെ ഒരു അടിയടിച്ച്. ഉണ്ടമുളകുണ്ടല്ലോ, ആ മുളകൊക്കെ വെച്ച് തേച്ച് സ്വകാര്യ ഭാഗത്ത് തേച്ച് നിന്നെ റെഡിയാക്കുമെന്നും ഒരുപാട് ഇനി പറയാൻ പറ്റാത്ത ഒന്നുമില്ല. ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ അവിടെ ഈ ക്യാമറയോ ഒന്നുമില്ല, ഒരു മുറിയാണ്. കമ്പം വെച്ചിട്ടാണ് ഇരുന്നത്. ഈ ഇപ്പുറത്ത് ഇതേപോലെ പ്രതാപ് സാറ് ഇരിക്കുന്നു, വേറൊരു സ്ഥലത്ത് ഈ കുമാരൻ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം വെച്ചിട്ടാണ് ഈ കാല് ചവിട്ടി പിടിച്ചേക്കുക. എൻ്റെ കാല് 2 ചവിട്ടി പിടിച്ചേക്കുക. ആരായിരുന്നു കാലിൽ ചവിട്ടി പിടിച്ച്? പ്രതാപചന്ദ്രൻ. കാലിലിങ്ങനെ ചവിട്ടി പിടിച്ച് വെച്ചിട്ട് ഈ മൊബൈലിൽ ഇങ്ങനെ നീ ഞാൻ പറയും പോലെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ അടി മേടിച്ച് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച കേസിൽ CI പ്രതാപ് ചന്ദ്രനെ ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്ത്രീകളോട് കാണിക്കുന്ന ഈ ക്രൂരത പ്രതാപ് ചന്ദ്രൻ്റെ ആദ്യത്തെ സംഭവമല്ല. നമുക്കൊപ്പം വെളിപ്പെടുത്തലുമായൊരു യുവതി എത്തിയിട്ടുണ്ട്. ചേച്ചി, എന്നാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്? 2018 ഓഗസ്റ്റ് 30-ആം തീയതിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഞാൻ കോടതി കേസൊക്കെ ഇട്ടു, CMP ഇട്ടു, പക്ഷേ ഒന്നും ഒരു ഇതും വന്നിട്ടില്ല. ഈ 2018 എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് എന്നെ അടിച്ച ഒരാളിന് വേണ്ടി പെറ്റീഷൻ കൊടുക്കാൻ പോയതാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴും ഞാൻ പ്രതിയായി, അടിച്ച ആൾ വാദിയായി. ഒരുപാട് ഇയാൾ എന്നെ ഉപദ്രവിച്ചു. ഇയാളെ കൂടെ നിന്ന പോലീസും എല്ലാവരും കൂടെ. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്തു തുമ്പ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ നേരെ ജനറൽ ഹോസ്പിറ്റലിലാണ് പോയത് എന്നെ അടിച്ചതിൻ്റെ ഇതിൽ. അപ്പോൾ അവിടെ ഡോക്ടർ കേട്ട് കേസാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേസാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അവിടെ നിന്നൊരു പെറ്റീഷൻ എഴുതിയാണ് നേരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. കൊടുത്തു, മേടിച്ചൊക്കെ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരണം, നിങ്ങൾ അടിച്ച ആളിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വരണോ, നിങ്ങൾ വന്ന് നോക്കണം ഇത് ആരാണെന്ന്. ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കുറച്ച് പേരെയൊക്കെ നിരത്തി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ നിൽക്കുന്ന ആരാണ്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വ്യക്തമല്ല, ഞാൻ പെറ്റീഷനിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് വ്യക്തമല്ല, ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇതേപോലെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ശരി, നീ അങ്ങോട്ട് കയറുന്നില്ലേ എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് എന്തോ ഒന്ന് കൈയിട്ട് എന്തോ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത വ്യക്തിയെ മാത്രം പുറത്ത് ഇയാൾ കൊണ്ടുപോയി ഒരു ഓട്ടോയെ കയറ്റി അങ്ങ് വിട്ടു. ബാക്കി ഉള്ളത് സത്യം പറഞ്ഞാൽ അത് അവിടുത്തെ പോലീസുകാരായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞത്. അതിൽ കയറ്റി വിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ആണുങ്ങൾക്കെതിരായിട്ട് കള്ളപ്പരാതിയോട് കൂടി എത്ര രൂപയടി നിൻ്റെ ഹൗസ് ഓണർ മേടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കവാലത്തിൽ ഒരൊറ്റയടി. പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യ. അടിച്ചിട്ട് എനിക്കടിയെന്ന് പറഞ്ഞു എണിച്ചിട്ട് കവാലത്ത് അടിച്ചപ്പോൾ നിലത്ത് വീണോ? നിലത്ത് വീണില്ല, കസേരയിലാണ് ഞാൻ ഇരുന്നത്. കസേര കൊണ്ടൊന്നും ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ എനിക്കൊന്നും തല ഇറങ്ങും പോലെ ആയി. എനിക്കടിയെന്ന് പറഞ്ഞു എണിച്ചപ്പോഴും അവിടെ നിന്ന് ഒരു ചൂരൽ കമ്പ് കണക്കിരുന്ന് എടുത്ത് എൻ്റെ ചന്തിക്കിട്ട് 3-4 അടി അടിച്ച്. രാത്രി വെച്ച് പ്രതാപ് ചന്ദ്രനാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കൊന്നും അറിയാം, എനിക്ക് ഇരിക്കാനും വയ്യ, ഇവിടുത്തെ വേദന അവിടുത്തെ എല്ലാം കൂടെ. എന്നിട്ട് ഇയാൾ ഒരുപാട് ആൾക്കാർ ആ പോലീസ് സ്റ്റേഷനിൽ വരെയും പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. രാത്രി 10:11 മണിയായപ്പോഴും ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കകത്ത് വെള്ളമെങ്കിലും തന്നില്ല. 10:11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വീട്ടിൽ എനിക്ക് അറിയിക്കണം, നിങ്ങൾ വീട്ടിലെങ്കിലും വീട്ടിൽ അറിയിക്കണോടി എന്ന് പറഞ്ഞ് അടുത്ത ഈ കുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു വെളുത്ത പൊടി എന്തോ ആണെന്ന് തോന്നുന്നു, അതെടുത്ത് ഇങ്ങനെ വായിലോ മൂക്കിലോ എന്തോ ഒക്കെ വെച്ചിട്ട് നിനക്കിപ്പോൾ വീട്ടിൽ പോകണോടി എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാക്കിൻ്റെ മുതുവിൻ്റെ ഇവിടെ ഒരു അടിയടിച്ച്. ഞാൻ പറഞ്ഞു സാറേ എന്തിനു എന്നെ ഇങ്ങനെ അടിക്കണത്, ഞാനൊരു പെണ്ണല്ലേ, നീ പെണ്ണാടി, നീ ആൾക്കാർക്കെതിരായിട്ട് പരാതിയും കൊണ്ടുവന്നേന്നും പറഞ്ഞ് അത് കേട്ടുകൊണ്ട് വന്ന് ഈ പ്രദോഷ് സാർ അന്ന് പോയില്ല. ഇയാളും പിന്നെ ഒരു വിനോദം എന്ന് പറഞ്ഞ പോലീസും കൂടെ അടിച്ച് നല്ലപോലെ എന്നെ അടിച്ചു. വീണ്ടും അടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ വിളിച്ച് കൂവും അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടുമെന്ന് പറഞ്ഞു. ഇറങ്ങി ഓടാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഇവർ നേരെ എന്തോ ഒരു നമ്പർ വിളിച്ചു, ആരെ അറിയിച്ചിട്ട് എൻ്റെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ ഇവിടെ വരണമെന്ന്. ഞാൻ രാവിലെ പോയില്ല.
ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ പോയായിരുന്നു. പിറ്റേന്ന് പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം നിനക്ക് നീ പരാതിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എനിക്ക് എഴുതിത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇടത്തില്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് നിൻ്റെ അമ്മ ക്യാൻസർ രോഗിയല്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന് പറഞ്ഞു. കുറേ പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ച്, ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, വെറും പേപ്പറായിരുന്നു. ഭീഷണിപ്പെടുത്തിയാണ്. ആ ഒരു എപ്പോഴെങ്കിലും നിങ്ങൾ വീഡിയോസ് ഉണ്ടായിരുന്നു എനിക്കെതിരെ ഇറങ്ങിയ ഒരു വീഡിയോസ്, അതിൽ എന്നെ അയാൾ പറയുന്നത് കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അതെല്ലാം. അടി പേടിച്ച് ഞാൻ ചെയ്തു പോയത്. ഒരുപാട് പറഞ്ഞു. എന്നെ ഉണ്ടമുളകുണ്ടല്ലോ, ആ മുളകൊക്കെ വെച്ച് തേച്ച് സ്വകാര്യ ഭാഗത്ത് തേച്ച് നിന്നെ റെഡിയാക്കുമെന്നും ഒരുപാട്, ഇനി പറയാൻ പറ്റാത്ത ഒന്നുമില്ല, ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ അവിടെ ഈ ക്യാമറയോ ഒന്നുമില്ല, ഒരു മുറിയാണ്. അവിടെ ബാത്റൂമിൻ്റെ സൈഡിലുള്ളൊരു റൂമാണ്. അപ്പോൾ അവിടെ കൊണ്ടുവച്ചായിരുന്നു ഈ ഉപദ്രവവും ഇല്ല. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും കേൾക്കാനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. 2 ദിവസമാണ് ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ ഇരുത്തിയത്. 2 ദിവസം കമ്പം വെച്ചിട്ടാണ് ഇരുന്നത്. ഈ ഇപ്പുറത്ത് ഇതേപോലെ പ്രതാപ് സാറ് ഇരിക്കുന്നു, വേറൊരു സ്ഥലത്ത് കുമാരൻ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം വെച്ചിട്ടാണ് ഈ കാല് ചവിട്ടി പിടിച്ചേക്കുക. എൻ്റെ കാല് 2 ചവിട്ടി പിടിച്ചേക്കുക. ആരായിരുന്നു കാലിൽ ചവിട്ടി പിടിച്ചേ? പ്രതാപ് ചന്ദ്രൻ. കാലിലിങ്ങനെ ചവിട്ടി പിടിച്ച് വെച്ചിട്ട് ഈ മൊബൈലിൽ ഇങ്ങനെ നീ ഞാൻ പറയും പോലെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ അടി പേടിച്ച് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. അന്ന് എന്തായിരുന്നു പറയിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് വെച്ചാൽ 10,000 രൂപ സുബ്രഹ്മണ്യെ എനിക്ക് 10,000 രൂപ തന്നു. ഇത് കള്ളക്കേസാണ്. ഈ സുബ്രഹ്മണ്യൻ്റെ അളിയനെ ഞാൻ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. 10,000 രൂപ തന്ന് ഇയാളാണ് എന്നെ കൊണ്ട് പരാതി പറയിപ്പിച്ചതെന്ന് ഞാൻ പറയണം. അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഞാനത് പറഞ്ഞു. ഈ വീഡിയോ എടുത്തതിന് ശേഷം ഈ പോലീസ് തന്നെ ഇത് പൊതുസമൂഹത്തിൽ പബ്ലിഷ് ചെയ്തു. അവർ തന്നെ ചെയ്തു. എന്നിട്ട് എന്നെപ്പറ്റി ഒരുപാട് മോശമായിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചതാണ്, അവൾ വെറും ഇതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നും പറഞ്ഞ് ഒരുപാട് ഇത് വന്നായിരുന്നു. പക്ഷേ അന്ന് 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് വലിയൊരു നരനായാട്ട് തന്നെയായിരുന്നു. അത് എനിക്ക് ഓർക്കുമ്പേ എനിക്ക് അടിയൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അത്ര അനുഭവിച്ച്. നമുക്ക് ലാത്തിരി അടിയല്ല, പക്ഷേ ഇവിടെ അടിച്ചത് കാരണത്ത് 2 പ്രാവശ്യം അടിച്ച്. ആ 2 ദിവസവും അടിച്ചായിരുന്നു. ഒരു പ്രാവശ്യം ഇപ്പുറത്തടിച്ച് നീരുണ്ടായിരുന്നു, പിന്നെ അടുത്ത പ്രാവശ്യം ഇപ്പുറത്തടിച്ചായിരുന്നു. അത് വല്ലാത്തൊരു ഇതായിപ്പോയി. ഞാൻ ഒരുപാട് അനുഭവിച്ച് എന്നിട്ട് ഇയാൾ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ എത്ര നാളെ കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് ഇതിന് വേണ്ടിയപ്പോൾ ജോലിക്ക് പൊയ്ക്കൊണ്ടെന്നത് എന്നെ പറഞ്ഞു വിട്ട്. നീ അങ്ങനെ ഉള്ളൊരു പെണ്ണല്ലേ, പിന്നെ ജോലിയൊന്നും ഇല്ലാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഇയാൾ കാരണം ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചു. ഇന്നിപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അവർ ഈ കാര്യം റിപ്പോർട്ടർ TV-യിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.